ഭൂമി എന്തുകൊണ്ടാണ് വിഷയമാകുന്നത്? ഈ പാരമ്പര്യമായിട്ട് ആദിവാസികൾ ഈ ഭൂമി, ഈ കാട്, ഭൂമി, ആദിവാസികൾ ഇങ്ങനെ ഇതിനോട് ഒത്തിണങ്ങി ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ കൂടുതലായിട്ടും ആദിവാസികൾ പണ്ട് കാലങ്ങളിൽ തുടങ്ങിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് മണ്ണിൽ പണിയെടുത്ത് വിഭവങ്ങൾ ഉണ്ടാക്കി ഉപജീവനം കഴിയുന്ന ആളുകളാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് മണ്ണുമായിട്ട് ആദിവാസികൾക്ക് നല്ലൊരു ബന്ധമുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് ആദിവാസികൾ ഇങ്ങനെ അന്യം നിന്നും പോയിട്ടില്ല. ഇപ്പോൾ ഈ കോളനികളിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥയുണ്ട് ശരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആദിവാസികളുടെ എന്തു പ്രശ്നം പരിഹരിക്കണമെങ്കിലും അത് ഭൂമിയിലൂടെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ശരിക്കും പരിഹരിക്കപ്പെടും. ഭൂമിയില്ലാതെ ആദിവാസികളുടെ പ്രശ്നമൊന്നും പരിഹരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ നോക്കിയാൽ ഈ ഭൂമി ഈ ശരിക്കും പറഞ്ഞാല് അധികാരത്തിന്റെ ആദ്യത്തെ ഒരു അടയാളമാണ് ഭൂമി. അപ്പോ ഭൂമി ആരുടെയൊക്കെ കൈവശമുണ്ടോ അവന് ഈ സാമൂഹ്യ, രാഷ്ട്രീയ, ഭരണരംഗത്ത് പങ്കാളിത്തമുള്ള ആളാണ്. ഈ ഭൂമി ഇല്ലാതെ ആരൊക്കെ പുറമ്പോക്കലിലേക്കും കോളനികളിലേക്കും തള്ളപ്പെട്ടോ ഇവരൊക്കെ ശരിക്കും ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നും ഭരണ സംവിധാനത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് വലിയൊരു വിഭവമാണ് ശരിക്കും. ആ വിഭവം ഉള്ളവർക്ക് മാത്രമേ അധികാരത്തിന്റെ പങ്കാളിത്തവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവൂ. അപ്പോൾ അതുകൊണ്ട് ആദിവാസികൾ ഭൂമിയെ അങ്ങനെ ഒരു വേറെ രീതിയിലല്ല കാണുന്നത്. അവരുടെ ഈ രക്തബന്ധമായിട്ടുള്ള ഒരു ബന്ധമാണ് ശരിക്കും ആദിവാസികൾക്ക് ഭൂമി. അതുകൊണ്ട് ഭൂമി ഇല്ലാതെ ശരിക്കും ആളുകൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും സമത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. എങ്കിൽ രാഷ്ട്രം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനു മുമ്പാണെങ്കിൽ റിസോർട്ട് ഫോറസ്റ്റ് എന്നൊരു സംഭവം വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദിവാസികൾ കോളനികളിലേക്ക് ചേക്കേറുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായി എന്താണ് ആദിവാസി ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടായത്? ഈ ആദിവാസി ജീവിതങ്ങളില് ഈ പാരമ്പര്യമായിട്ട് ആദിവാസികൾ ആവശ്യത്തിലധികം ഭൂമിയും അതിൽ വിഭവങ്ങൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ഉപജീവനം കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു. ഈ 1960കളിലെ ഭൂപരിഷ്കരണമൊക്കെ വരുന്നതോടുകൂടി ഈ പരിധിയിൽ കവിഞ്ഞിട്ടുള്ള ഭൂമികൾ മൊത്തം ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും അവിടെ ഈ ഇൻഡിവിജ്വൽ വ്യക്തിക്ക് 15 ഏക്കർ വരെ വെക്കാനുള്ള അവകാശവും, എന്നാൽ അതേ സമയത്ത് തോട്ടം ഭൂമിക്ക് പരിധി നിർണയിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തതോടുകൂടി ഈ ആളുകളെ എല്ലാം കൂടെ ഈ ഭൂമി മൊത്തം ഗവൺമെന്റിന്റെ ഭൂബാങ്കിലേക്ക് ഈ ഭൂമി മാറ്റുകയും ആളുകളെ ശരിക്കും കോളനികളിലാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1960 ഭൂപരിഷ്കരണത്തോടനുബന്ധിച്ച് ഭൂവിതരണത്തിന് പകരം കുടികിടപ്പ് അവകാശമാക്കി ആദിവാസികളെ ദളിതരേക്ക് മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് അന്ന് തൊട്ടാണ് ശരിക്കും കോളനികൾ കൂടുതൽ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ആദിവാസികളുടെ കൈകളിലെ ഭൂമികളൊക്കെ മാറി അവസാനം കോളനികളിലാക്കി 2 സെന്റ് 3 സെന്റ് അതിനകത്തൊരു ചെറിയ കുടില് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഈ ആദിവാസികൾക്ക് പ്രത്യേകിച്ചും അവരുടെ ചില ആചാര കർമ്മങ്ങൾ, അവരുടെ ജീവിത രീതി ഇങ്ങനെയൊക്കെ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ മണ്ണ് ഇവരിൽ നിന്നും അന്യം നിന്നു പോകുന്നതോടുകൂടി ഇവരുടെ ഐഡന്റിറ്റി, ഇവരുടെ കൾച്ചർ, ഇത് മുഴുവനായിട്ടാണ് ശരിക്കും അന്യം നിന്ന് പോകുന്നത്. ഇപ്പോൾ ഈ ആദിവാസികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു വലിയ നടുമുറ്റം ഉണ്ടാവണം. ആ വലിയ കളം പോലെയുള്ള ഒരു മുറ്റത്താണ് ഇവരുടെ ആചാര കർമ്മങ്ങൾ നടത്തുന്നത്. അത് ആദിവാസികളുടെ ഈ ആചാരം, ഐഡന്റിറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ നമ്മൾ ഈ പുസ്തകങ്ങളിൽ എഴുതിയുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു സംവിധാനമൊന്നുമല്ല. അത് വായ്മൊഴിയായിട്ട് തലമുറകൾക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഈ ഭൂമിയുടെ വിസ്തീർണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട്, ഇത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വരും തലമുറകൾക്ക് ആദിവാസികളുടെ ആചാരം എന്താണെന്നും അതിൻ്റെ അസ്തിത്വം എന്താണെന്നും അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് ആദിവാസികൾ തന്നെ മാറിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത് ആദിവാസികൾക്ക് ഇവരുടെ ഇത്തരം കാര്യങ്ങൾ സുഗമമായ രീതിയിലുള്ള ജീവിതം അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം
ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഭൂമി ഉണ്ടായാലേ പറ്റൂ, ഇല്ലെങ്കിൽ ശരിക്കും അത് പറ്റില്ല. അപ്പോൾ ഈ സ്വന്തമായിട്ട് അസ്തിത്വം ഇല്ലാത്ത ഒരു ജനത ഒരിക്കലും അവർക്ക് വ്യക്തിത്വം ഉണ്ടാവില്ല, അവർക്ക് നിലനിൽപ്പും ഉണ്ടാവില്ല. അപ്പോൾ ആദിവാസികൾക്ക് ഈ ഭൂമി നഷ്ടപ്പെടുന്നതോടുകൂടി അവരുടെ അസ്തിത്വവും വ്യക്തിത്വവും അവരുടെ ഐഡന്റിറ്റിയും ആണ് ശരിക്കും ഇല്ലാതായി പോകുന്നത്. അത് ഇങ്ങനെ ഒരു റിക്കാർഡിക്കൽ സംവിധാനം ആദിവാസികളുടെ പുസ്തക രൂപത്തിലാക്കുന്നതില്ലാത്തത് കൊണ്ട് അത് ഈ പരിസ്ഥിതി ഉണ്ടായാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദിവാസികൾക്ക് ഈ മണ്ണുമായിട്ടുള്ള ഒരു രക്തബന്ധം ഉണ്ടെന്ന് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായ രീതിയിൽ. പിന്നെ കൂടുതൽ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായതുകൊണ്ട് ഈ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലെ കാര്യമായിട്ട് അറിയുള്ളൂ ആദിവാസികൾ. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ആദ്യം ഇങ്ങനെ ഗവൺമെന്റ് എംപ്ലോയി ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മണ്ണിൽ അധ്വാനിച്ച് വിഭവങ്ങൾ എടുത്ത് അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗങ്ങളാണ് ശരിക്കും ആദിവാസികൾ. അതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് മണ്ണ് എന്നുള്ളത് വിട്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മണ്ണില്ലെങ്കിൽ ആദിവാസി ഇല്ല, ആ ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ആദിവാസികളുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള ഭൂസമരം ഇപ്പൊ ഇത്രയും കാലമായിട്ടും അത് മുടങ്ങിപ്പോകാതെ തുടർന്ന് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ നാം കേരളത്തിലെ പൊതുസമൂഹം വിചാരിച്ചിരിക്കുന്നത് മുത്തങ്ങ ഒരു തനി സംഭവമാണ്, അതിനുശേഷം ആദിവാസി പ്രസ്ഥാനം നിലനിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇന്ന് ആദിവാസി ഗോത്രമാണ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ഇപ്പോഴും പ്രധാനമായിട്ടും ഭൂസമരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇതിന്റെ തൊട്ടടുത്ത് ഒരു സമര കേന്ദ്രമുണ്ട്. അപ്പോ അവിടെ ഈ മുത്തങ്ങയിൽ സമരം ചെയ്ത ആളുകൾ 10 വർഷമായിട്ട് ഈ സമരത്തിൽ തന്നെ നിൽക്കുന്നു, മാറിപ്പോകാതെ. ഇപ്പോഴും ഭൂസമരത്തിന് തന്നെയാണ് ആദിവാസി ഗോത്ര മഹാസഭ മുൻതൂക്കം കൊടുക്കുന്നതും അതിനാണ് കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുത്തങ്ങയ്ക്ക് ശേഷം ആർല ഫാം 3500 ഏക്കർ ഭൂമി അതിപ്പോ 3500 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യിപ്പിക്കുന്ന പണി ചെയ്തു. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഭൂസമരം സജീവമായിട്ട് തന്നെ നിൽക്കുകയാണ്, പുറകോട്ടൊന്നും പോയിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഈ 1000-700ഓളം ആളുകളുടെ പേരിൽ കേസുണ്ട്. അപ്പൊ ആ കേസിന് പോകുന്ന അങ്ങനെ ഇങ്ങനെയുള്ള സമയം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് എന്നല്ലാതെ ഭൂസമരത്തിൽ നിന്നും പുറകോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പം നിയമം എന്ന് പറയുന്നത് വലിയൊരു ഈ ഭൂസമരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അതോ നിയമം നിങ്ങൾക്കെതിരെ കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്? ഇല്ല, ഈ നിയമം ശരിക്കും ഉണ്ടാവുന്നതും അതിന്റെ അന്തസ്സത്തോടുകൂടി നടപ്പിലാക്കിയ നല്ല നിയമമാണ്. നിയമം എല്ലാം ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമവും മോശമായിട്ടുള്ള ഒരു നിയമമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ നിയമം നടപ്പിലാക്കേണ്ട ഭരണാധികാരികളാണ് ഇപ്പൊ പ്രശ്നക്കാർ. അപ്പോൾ ഒരു നിയമവും അതിന്റെ അന്തസ്സത്തോടുകൂടി നടപ്പിലാക്കി ആരെ ഉദ്ദേശിച്ചാണോ നിയമം ഉണ്ടാക്കിയത് അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ 1975 നിയമമാണെങ്കിൽ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കൽ നിയമം, അത് നല്ല നിയമമായിരുന്നു ശരിക്കും. 1975 നിയമം ഉണ്ടാക്കുമ്പോൾ കേരള നിയമസഭയിൽ എല്ലാവരും ഐക്യകണ്ഠനെ കൈയടിച്ച് പാസ്സാക്കിയ ഒരു നിയമമാണ്. ഒരാൾ പോലും അതിന് എതിരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നിയമം തന്നെ മാറി മാറി അധികാരത്തിൽ വരുന്ന ഭരണാധികാരികൾക്ക് ഭേദഗതി ചെയ്യാൻ അവകാശമില്ലാത്തതും നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന് അതിൽ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ കാലം അത്രയും നടപ്പിലാക്കി അതിന്റെ ആർക്കു വേണ്ടി ഉണ്ടാക്കിയതോ അതിന്റെ പ്രയോജനം അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ശരിക്കും ഇത്തരം സമരങ്ങൾ കൂടുതൽ ഉയർന്നു വരുന്നത്. ഇപ്പോ 75 അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നു. അത് 1960 ജനുവരി 1 മുതൽ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി കൊടുക്കണമെന്നാണ് പറഞ്ഞ വ്യവസ്ഥ ഉണ്ടാവുന്നത്. പക്ഷെ അത് മാറി മാറി വന്ന ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് 86 ഈ നിയമം ഭേദഗതി ചെയ്യുന്നു. അതിനുശേഷം 80 ശേഷമുള്ള അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കൽ വ്യവസ്ഥ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഭൂമി അതിനു മുമ്പേ മുഴുവനായിട്ട് അന്യാധീനപ്പെട്ട് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഒരു 3000ഓളം അപേക്ഷകളാണ്. അതിൽ 7200 ഏക്കർ ഭൂമിയാണ്. അപ്പോൾ ഈ ഭൂമി കിട്ടിയതുകൊണ്ട് മുഴുവൻ ആളുകളുടെ ഭൂപ്രശ്നമൊന്നും പരിഹരിക്കില്ല. അപ്പോൾ അങ്ങനെ ഈ ഓരോ നിയമവും നന്നായിട്ട് ഉണ്ടാക്കുകയും അത് ലംഘിക്കുകയും ചെയ്യുമ്പോഴാണ് ആദിവാസികളുടെ ഇടയിലെ സമരങ്ങൾ ശക്തി പ്രാപിച്ച് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. 75 ഈ നിയമം ഉണ്ടാക്കുന്നു. അതിന് ശേഷം 74
വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് വരുന്നു. ആ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്തും ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനുള്ള വ്യവസ്ഥ പറയുന്നുണ്ട്. അതായത് 1960 ഭൂപരിഷ്കരണത്തോടനുബന്ധിച്ച് പിടിച്ചെടുത്ത ഭൂമി 1974 വരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കൈവശമായിരുന്നു വെച്ചിരുന്നത്. 74 ഈ ഭൂമി വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്തേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഇത് റവന്യൂ ഫോറസ്റ്റ് ആയിട്ടാണ് പിന്നീട് അറിയപ്പെടുന്നത്. ഇങ്ങനെ റവന്യൂ ഫോറസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഭൂമിയുടെ 50% ഭൂമി ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് കൊടുക്കണമെന്ന് മാധവ് മേനോൻ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആക്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ പോലും ഇവിടുത്തെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്കും ഭൂമി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ മാനന്തവാടി താലൂക്കിലെ ഒരു കണക്ക് മാത്രമാണ് ഞാൻ വളരെ കൃത്യമായിട്ട് എടുത്തത്. ആ മാനന്തവാടി താലൂക്കിൽ മാത്രം 23,000 ഹെക്ടർ ഭൂമിയാണ് ഈ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്തേക്ക് ഉൾപ്പെടുത്തിയതുള്ളത്. ഇതിന്റെ 50% ശരിക്കും ആദിവാസികൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കൊടുത്താൽ തന്നെ ഒരുപാട് ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടും. പക്ഷെ അത് മാറി മാറി വന്ന ഗവൺമെന്റ് അത് ഇന്നുവരെ നടപ്പിലാക്കി